രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ ഒരു ഇതിഹാസമായിട്ട് നമ്മൾ കാണുന്നില്ല. ഞാൻ എന്നും പോവാറില്ലായിരുന്നു. ഉം. പിന്നെ ഇവരൊക്കെ കമ്മിറ്റി വന്ന സമയത്തൊക്കെ അങ്ങനെ വന്ന് ഞാനും അപ്പോൾ കുറേശ്ശെ ആന സംഘടനയിലൊക്കെ ഉം. വന്നപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിളിക്കാവുന്ന ഒരാളായി ഞാൻ മാറി. ഉം. മറ്റുള്ളവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ ഉള്ള ഉടമസ്ഥന്മാരാണ്. ഉം. അപ്പം എന്നെ എന്തിനു വിളിച്ചാലും ഞാൻ റെഡിയാണ്. കൊമ്പ് മുറിക്കാൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഇതായി തപ്പും. അല്ലെങ്കിൽ ആനയ്ക്കൊരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലും. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെ ചെന്ന് ചെന്ന് നിന്ന് രാമേന്ദ്രനും ദേവദാസനൊക്കെ എന്തെങ്കിലും അയാൾക്ക് എന്നെ വിളിക്കാം അവർക്ക്. ഉം. പിന്നെ എന്ത് വയ്യായികൾ എന്ത് വിഷയമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ ഉത്തരമുണ്ട്. ഇതിനകത്തിനൊക്കെ വല്ല എന്തെങ്കിലും വന്നാലോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നമുക്ക് ചത്താം ഉം. അല്ലെങ്കിൽ കിടക്കത്തെ വൃത്തിയാക്കാൻ വിളിച്ച് ഞാൻ ചെല്ലും. അങ്ങനെ ഞാൻ അവരെല്ലാം ഒരാളായിട്ട് തന്നെയാണ് പോണത് ഇപ്പോൾ. ഉം. പിന്നെ ആനയ്ക്കൊക്കെ ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്, അറിയാലോ, ഉം. ശ്രീരാമജയം. അപ്പോൾ അവരൊക്കെ നല്ല ഹെൽപ്പാണ്. അപ്പം ഞാൻ എന്തിനു വിളിച്ചാലും ഞാൻ ചെല്ലും. ഞാൻ അതിൻ്റെ പുറത്ത് ഞാൻ ഒരു പൂരത്തിന് പോലും എനിക്ക് തരുമെന്ന് ചോദിച്ച് ഞാൻ സഹായം കൈപ്പറ്റിയില്ല. ആദ്യമേ പറയട്ടെ, ഞാൻ ഉം. ഞാൻ ഒന്നും അവരിന്ന് കൈപ്പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ പെട്രോൾ അടിക്കണം, പോകും, എൻ്റെ പെട്രോൾ അടിച്ച് തിരിച്ചു വരുന്നു. എനിക്കിഷ്ടമാണ് രാമേന്ദ്രനെ പോലത്തെ ഒരു ആന എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ആനയല്ലേ. ഉം. ദേവദാസനെ ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചാലൊക്കെ ഞാൻ ചെല്ലും. അപ്പം ബിനോയ് ഏട്ടനും ഞാൻ ഉള്ളത് കൊണ്ട് അവർക്ക് ബിനോയ് ഏട്ടൻ പിന്നെ ഒരു കുട്ടാപ്പൂ എന്ന് പറയും, അക്ഷയ, അവനൊക്കെയാണ് ഉം. കമ്മിറ്റി അവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്തിനു വേണമെങ്കിൽ എന്നെ വിളിക്കാം. അപ്പോൾ ഉം. അവർക്കൊരു ചിലപ്പോൾ ഉത്തരം കിട്ടാത്തൊരു ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയ ഒരാളായിട്ട് ഉം. ഞാൻ പോവാറുണ്ട്. എന്തിനു വിളിച്ചാലും ഞാൻ റെഡിയാണ്. അതാണ് അതിൻ്റെ ഉത്തരം. അവർ ടീമാണ്, ഉം. അതങ്ങനെ തന്നെ പറയാലോ. അവരത് ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അവർക്ക് ആ ആന അവരുടെ നാടിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാന എന്ന ബോധ്യം അവർക്ക് നല്ല ഉണ്ട്. ഉം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ആന പൂരത്തിന് പോകുമ്പോൾ ഏത് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ് ഇങ്ങനെ കൂടെ പോണത്. പൂരം തുടങ്ങി കഴിയണ വരെ കൂടെ നിൽക്കണം. ഉം. ബിനോയേട്ടൻ, ഈ കുട്ടാപ്പൂ എന്ന് പറഞ്ഞ പയ്യൻ അടക്കമുള്ള, പിന്നെ അതിൻ്റെ ആ ആനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിള്ളേരുണ്ട്. അവർ ആരെങ്കിലും വന്ന് ഫുൾ ടൈം കൂടെ നിൽക്കണം. അങ്ങനെ നിന്നിട്ടാണ് പൂരം അവർ. ഉം. അപ്പം അത് കയ്യിലുള്ള മുതലിൻ്റെ വാല്യൂ അറിയുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു.